ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. പനിയായിരുന്നു, ശബ്ദമില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞാൻ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ബൈക്ക് എടുക്കാനായിട്ട് പോകുകയാണ്. സോ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടൊരു കടയിൽ തന്നെ കയറി. കാരണം എനിക്കൊരു സ്വിസ് നൈഫ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഞാൻ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ കൃപാൺ കണ്ടത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ സ്വിസ് നൈഫ് വരും, കൃപാണെങ്കിൽ കൃപാൺ ഒരെണ്ണം വാങ്ങിച്ചു വെക്കാം. കാരണം ഞാൻ ഒരുപാട് സീരിയലിലും മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വലുതൊക്കെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ വരുന്ന ഫ്ലൈറ്റിലായതുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു ചെറിയൊരെണ്ണം ഒരാഗ്രഹം കൊണ്ട് വാങ്ങിച്ചത്. പിന്നെ അതിനുശേഷം എന്താ പറയുക, പഞ്ചാബിലെത്തിയിട്ട് ലസ്സി കുടിച്ചില്ലെങ്കിൽ എങ്ങനെ, അതുകൊണ്ട് തന്നെ ആദ്യം കണ്ട ഒരു ലസ്സി കടയിൽ കയറിയിട്ട് ഞങ്ങൾ കുൽഫീൻ ട്രൈ ചെയ്തു. അതുപോലെ തന്നെ പഞ്ചാബി ലസ്സിയും കുടിച്ചു. ഒരുപാട് ഐറ്റംസ് കണ്ടിട്ട് വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പക്ഷേ അതൊന്നും വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുക, അതും കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളിനി ബൈക്ക് റൈഡിങ് ഇവിടെ നിന്ന് പഞ്ചാബിൽ അമൃത്സറിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലൊന്നും ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ലഗേജ് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു കുൽഫിയും എന്താ പറയുക ഒരു ലസ്സിയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ട്രാവൽ ചെയ്തത് ടുക്ടുക്കിലാണ്. ഇലക്ട്രിക് ടുക്ടുക്ക്. നമ്മുടെ നാട്ടിലെ പോലെ സാധാ ഇലക്ട്രിക് ഓട്ടോ അല്ല ഇത്. കുറച്ചുകൂടെ വീതിയൊക്കെ കുറഞ്ഞ രണ്ട് സൈഡിലും ഓപ്പോസിറ്റിൽ നമുക്ക് കാണുന്ന പോലെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടുക്ടുക്കാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും എന്താ പറയുക, അതിനെക്കുറിച്ച് പറയാനുള്ള സമയം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ബൈക്ക് ഞങ്ങൾ പൂനെയിൽ നിന്ന് ട്രെയിനിൽ കയറ്റി അയച്ചു എന്ന് പറഞ്ഞില്ല അമൃത്സറിലേക്ക്. അപ്പോൾ ഞാൻ കയറ്റി അയക്കുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ബൈക്ക് ഞാൻ പൂനെയിൽ നിന്ന് അമൃത്സറിലേക്ക് കയറ്റി അയച്ചതും അതുപോലെ തന്നെ അമൃത്സറിൽ നിന്ന് എനിക്ക് ബൈക്ക് എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടിയപ്പോഴുണ്ടായിരുന്ന അവസ്ഥ എന്താ പറയുക, കണ്ടപ്പോൾ കണ്ണ് തള്ളി. ഇപ്പോൾ ഇതുവരെ ശരിക്കും കരഞ്ഞു പോയി. ഞാൻ ലിറ്ററലി അവിടെ നിന്ന് കരഞ്ഞു. കാരണം വെച്ചാൽ എൻ്റെ ബൈക്ക് എനിക്ക് ജീവനാണ്. ആ ബൈക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞു പോയി. ബൈക്ക് ഞാൻ എങ്ങനെ കയറ്റി അയച്ചെന്നും അതെൻ്റെ കയ്യിൽ എങ്ങനെ തിരിച്ച് കിട്ടിയെന്നുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിടുന്നതാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരിക്കലും എന്താ പറയുക ഇന്ത്യൻ റെയിൽവേയിൽ വണ്ടികൾ കയറ്റി അയക്കും. ഞാനങ്ങനെ ഒരുപാട് വ്ളോഗ്സ് കണ്ടുകൊണ്ട് തന്നെ അമൃത്സറിൽ കയറ്റി അയച്ചതിന് ശേഷം ഒരു സർവീസ് ഞാൻ അമൃത്സറിലെ റോയൽ എൻഫീൽഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതായത് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സർവീസ് എനിക്ക് വേണമായിരുന്നു. അത് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാണ്. പക്ഷേ കാര്യമായിട്ട് വണ്ടിക്ക് കംപ്ലയിൻറ്റ്സ് പറ്റിയത് കൊണ്ട് എനിക്ക് സർവീസ് അത് വളരെ ഉപകാരപ്പെട്ടു.